ഹരേ കൃഷ്ണ. നമുക്ക് ഏകാദശി പുഴുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഒരു പുഴുക്ക് ഞാൻ ഇട്ടിരുന്നു. അന്ന് ഞാൻ കപ്പയൊക്കെ ചേർത്തിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ കപ്പ ചേർത്തിട്ടില്ല. ഇന്ന് ഞാൻ വെള്ളരിക്ക, പടവലങ്ങ, പച്ചയേത്തയ്ക്ക, ക്യാരറ്റ്, ചേമ്പ്, ചേന ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ, നമ്മൾ സാധാരണ വേവിക്കാൻ വെക്കുന്നത് പോലെ വേവിക്കാൻ വെച്ചു. ഈ വഴുതനങ്ങയൊന്നും നമ്മൾ ഏകാദശിക്ക് ഉപയോഗിക്കാറില്ല. ബാക്കി ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഇവിടെ ഇരുന്ന് വേകട്ടെ. തീ ഒന്ന് കൂട്ടി വെച്ച് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത കഷ്ണങ്ങളെല്ലാം കൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കണം. തേങ്ങ ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും ചേർത്ത് ചതച്ച അരപ്പാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഒരു തട്ടിപ്പൊത്തി വെക്കുമെന്ന് പറയും. അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് നമ്മൾ അടച്ചു വെക്കണം. അപ്പോൾ ആവി കയറും. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വേവുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് ഈ പുഴുക്കെടുക്കാം. കടുകൊന്നും മറക്കരുത്. നമ്മൾ ഇതിനകത്ത് ഉള്ളിയോ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല രുചിയാണ്. ഇനി നമുക്ക് ചിലർക്ക് ചേമ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്നും ഉപയോഗിക്കേണ്ട. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ പുഴുക്കുണ്ടാക്കിയിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഏകാദശിക്ക് കഴിക്കാം. വഴുതനങ്ങ നമ്മൾ ഇന്നത്തെ ദിവസം ഉപയോഗിക്കില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു തേങ്ങാ ചമ്മന്തിയോ ഒരു തക്കാളി ചമ്മന്തിയോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ പുഴുക്ക് കഴിക്കാം. ഇതിനു മുമ്പ് ഞാനൊരു പുഴുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കപ്പയൊക്കെ ചേർത്തിട്ടുള്ള പുഴുക്കായിരുന്നു. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ പുഴുക്കുണ്ടാക്കി നിങ്ങൾ ഏകാദശിക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.